വലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, ഉസ്താദുമാരെ, നമ്മുടെ അറബി ക്വിസ് അഥവാ അറബി കലോത്സവത്തിലൊക്കെ അറബി ക്വിസ് ഉണ്ടാവും. അറബിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ LP വിഭാഗത്തിന് പറ്റിയ ഒരു 25 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി മക്കൾ ആദ്യം മുതൽ അവസാനം വരെ കാണണമെന്ന് അറിയിക്കുന്നു. ഇതിനെ കൂടെ ഞാൻ മീനിങ്ങോ അതിൻ്റെ വിശദീകരണമൊക്കെ പറയുന്നുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതി വെക്കുക കേട്ടോ. ഉക്തുബ് മാല എത്ത് ജാനിസ്, ജിൻസിൽ പെടാത്തത് വിഭാഗം. ഇതിൽ 4 ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് 3 ഇസ്മുകൾ ഒരേപോലെയുള്ളതാണ്, ഒന്ന് അതിൽ പെടാത്തത്. നമ്മൾ ഓടുവൺ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം തിൽഫാസ് എന്ന് പറയാൻ എന്താ, ടെലിവിഷനാണ്. ഹാസൂബ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. നല്ലാറത്ത് സ്പെക്ടക്കിളാണ്, കണ്ണടയാണ്. സല്ലാജത്ത് പറഞ്ഞാൽ ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പിൽ പെടാത്ത ഏതാണ്, നല്ലാറത്താണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് അല്ലേ. അപ്പം ഓരോന്ന് കൊടുത്തിരിക്കുന്ന ഇസ്മുകളെ നോക്കിയിട്ടാണ് നമ്മൾ ക്രമം തിരിക്കേണ്ടത് കേട്ടോ. സല്ലാജത്ത്. മാഹിയ ആസിമത്തുൽ ഹിന്ദ്, മാഹിയ ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? എവിടെ മക്കൾ പറയും? ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. മാഹുവ സ്വഹീഹ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു വാക്ക് അത് തെറ്റിച്ച് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ മിസ്ബാഹ് എന്നാണ് കണ്ടോ. രണ്ടാമത് മിസ്ബാഹ്, മറ്റേ മിസ്ബാഹ്. അപ്പോൾ ഇതിലേതാ കറക്റ്റ്? ഫസ്റ്റത്താണ് കറക്റ്റ്, മിസ്ബാഹ്. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്, ലാമ്പ് എന്നൊക്കെയാണ് അർത്ഥം. അയിന മഖറു റഈസുൽ ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ താമസ സ്ഥലം എവിടെയാണ്, വസതി എവിടെയാണ്? അയിന എവിടെ, മഖർ എന്ന താമസ സ്ഥലം. റഈസുൽ ജംഹൂരിയത്തിൽ ഹിന്ദ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ താമസ സ്ഥലം. അയാൾ എവിടെ താമസിക്കുക? രാഷ്ട്രപതി ഭവനാണ്. പ്രസിഡന്റ് എന്ന് പറയേണ്ടതും രാഷ്ട്രപതി എന്ന് പറയേണ്ട ഒന്നാണല്ലോ. അപ്പൊ രാഷ്ട്രപതി ഭവൻ കേട്ടോ. മാഹുവ ഷാദ്, ഇതാണ് ഓഡ് വൺ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഇപ്പൊ മൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ബാമിയ, തുഫാഹ, ഫനസ്. മൗസ് എന്ന് പറഞ്ഞാൽ എന്താ, ബനാന. ബാമിയ എന്ന് പറഞ്ഞാൽ എന്താ, ലേഡീസ് ഫിംഗർ അല്ലെ, ഒക്ര എന്ന് പറയും, വെണ്ടക്ക അല്ലെ. തുഫാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, ആപ്പിളാണ്. ഫനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജാക്ക് ഫ്രൂട്ടാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഇതിൽ 3 ഫവാക്കിഹാണ്, ഒന്നെന്താണ്, ഖദറവാത്താണ്. അപ്പൊ ബാമിയ എന്നുള്ള എന്താണ്, ഖദറവാത്താണ്. അപ്പൊ ബാമിയാണ് ഇതിലെന്ത്, ഓഡ് വൺ കേട്ടോ. ഉക്തുബ് ഇസ്മ ത്വാഇരിൻ മബ്ദൂഉൻ ബിൽ ഗൈൻ, ഉക്തുബ് നീ എഴുതുക, ഇസ്മ ത്വാഇരിൻ എ ബേർഡ്സ് നെയിം, ഒരു ബേർഡിന്റെ നെയിം നീ എഴുതുക. മബ്ദൂഉൻ ബിൽ ഗൈൻ, ഗൈൻ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു ബേർഡിന്റെ പേര് നീ എഴുതുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറാബ്, ഉറാബ് കാക്ക അല്ലേ. മാഹുവ ഷഹർ ഖബല ശവ്വാൽ, കേൾക്കും മക്കളെ. മാഹുവ ഷഹർ ഖബല ശവ്വാൽ, ശവ്വാലിന്റെ മുമ്പുള്ള മാസം ഏതാണ്? കൺഫ്യൂഷനായോ? ശവ്വാലിന്റെ മുമ്പുള്ള മാസം റമദാൻ. റമദാൻ കഴിഞ്ഞ അടുത്ത മാസമല്ലേ ശവ്വാൽ. റമദാൻ, ശവ്വാൽ. ഓക്കെ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ അല്ലെ ഈദുൽ അസ്ഗർ ഏത് മാസത്തിലാണ്, ഏത് ഡേറ്റിലാണ്? എന്താണ്? ശവ്വാൽ 1-നാണ് അല്ല. ഓക്കെ. മാ ഹുവ അവ്വൽ ഷഹ്രിൻ മിൻ ശുഹൂരിൽ ഹിജ്രിയ, മാ ഹുവ അവ്വൽ ഷഹ്രിൻ, ആദ്യത്തെ മാസം, ഫസ്റ്റ് മന്ത് ഏതാണ്? മിൻ ഷുഹൂരിൽ ഹിജ്രിയ, ഹിജ്റ, അറബി ഹിജ്റ മാസങ്ങൾ അറിയാലോ. അതിൽ ഫസ്റ്റത്തെ മന്ത് ഏതാ? എങ്ങനെ തുടങ്ങുന്നത്? മുഹറം അല്ലെ. മുഹറം, സഫർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഉദ്കുർ ഇസ്മൈനി മിൻ അസ്മാ ഇല്ല, ഉദ്കുർ ഇസ്മൈനി മിൻ അസ്മാ ഇല്ല. ഉദ്കുർ നീ പറയാ, ഇസ്മൈൻ 2 ഇസ്മ നീ പറയാ, മിൻ അസ്മാ ഇല്ല അള്ളാഹുവിന്റെ ഇസ്മുകളിൽ നിന്ന്. അപ്പൊ അള്ളാഹു താലാക്ക് ധാരാളം ഇസ്മുകളുണ്ട്, 100ഓളം ഇസ്മുകളുണ്ട് ഇല്ലേ.
നിങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഇസ്മ പറഞ്ഞാൽ മതി. അപ്പോൾ സാർ ഇവിടെ ഗഫൂർ, റഹീം കേട്ടോ ധാരാളം ഉണ്ട് കേട്ടോ. യാ ഗഫൂർ, യാ അള്ളാ, യാ ഷക്കൂർ, യാ അള്ളാ, അങ്ങനെ ധാരാളം പേരുകളുണ്ട് കേട്ടോ. മാഹിയ ആസിമത്ത് വിലായത്ത് ഉത്തർപ്രദേശ്. ഇതൊരു മോഡലാണ്. നമുക്ക് ഏത് സ്റ്റേറ്റിൻ്റെയും തലസ്ഥാനം ചോദിക്കും കേട്ടോ, ചോദിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ, മാഹിയ ആസിമത്ത്, ക്യാപിറ്റൽ ഏതാണ്? വിലായത്ത് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിൻ്റെ അഥവാ UP എന്ന് പറയും നമ്മൾ, ഉത്തർപ്രദേശ്, അതിൻ്റെ ക്യാപിറ്റൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ലക്നൗ ആണ് കേട്ടോ, ലക്നൗ. ഇസ്മോ. ഇനി അടുത്തൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഉക്തുബ് ഇസ്മ മർക്കബിൻ ബിസ്തിഖ്ദാമിൽ ഹുറൂഫിൽ ആതിയ. താഴെ ഡിസോർഡർ ആയിട്ട് കുറച്ച് ലെറ്റേഴ്സ് കൊടുക്കും. ഇവിടെ കണ്ടോ, നൂന്, അലിഫ്, ഷീൻ, ത കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് ഒരു മർക്കബിന്റെ പേര് പറയണം എന്നാ പറയുന്നത്. ഉക്തുബ്, നീ എഴുതുക, ഇസ്മ മർക്കബിൻ, എ വെഹിക്കിൾസ് നെയിം, ബിസ്തിഖ്ദാമിൽ ഹുറൂഫിൽ ആതിയ, താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം നമുക്ക് ഏതാ പറയുക? ഷാഹിന. ഓക്കെ, ഷാഹിന എന്ന് പറഞ്ഞാൽ എന്താ? ലോറി എന്നാണ് അല്ലേ? ചിലപ്പോൾ ഇനി വേറെ ഹാഫില, സിയാറ, ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ പറയാൻ. ഷാഹിന എന്ന് പറഞ്ഞാൽ ലോറി എന്ന് കേട്ടോ. അവ്വലു ആയത്തിൻ നസലത്ത് മിനൽ ഖുർആൻ. അവ്വലു ആയത്തിൻ നസലത്ത് മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയ ആയത്ത് ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അല്ലേ? ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഓക്കെ, അറിയില്ലേ? അതിലെ ഫസ്റ്റത്തെ ആയത്ത് അല്ലേ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. കം ശഹറൻ ഫിസ്സന. ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട് അല്ലേ? കം ഷഹറൻ, ഹൗ മെനി മന്ത്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? എത്ര മാസമാണ്? ഇസ്നാഅശറ. എത്രയാണ്? ഇസ്നാഅശറ. 12 എന്താ അറബി പറയാ? ഇസ്നാഅശറ. ഓക്കെ, വെരി ഗുഡ്. ഫി അയ്യി ബലദിൻ തഖഉ മക്ക വൽ മദീന. ഫി അയ്യി ബലദിൻ, ഏത് സ്ഥലത്താണ്? ബലദ് കൺട്രി, ഏത് രാജ്യത്താണ്? തഖഉ മക്ക വൽ മദീന, മക്കയും മദീനയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം KSA, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, കിങ്ഡം സൗദി അറേബ്യ അല്ലേ? അൽ മംലകത്തുൽ അറബിയ്യത്തി സഊദിയ. നമ്മൾ സൗദി എന്നേ പറയുള്ളൂ, അതിന് മൊത്തം തന്നെ പറയാം അൽ മംലകത്തുൽ അറബിയ്യത്തി സഊദിയ. ഓക്കെ. ആസിമത്തു പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്നാണ് അറബിയിൽ എഴുതുക കേട്ടോ. പാകിസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇസ്ലാമാബാദ് ആണ്. ഇസ്ലാമാബാദ് മറക്കരുത്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. മുത്തറാദിഫ് ഉമ്മ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സിനോണിംസ് എന്ന് പറയും നമ്മൾ, പര്യായ പദം. ഇപ്പോൾ വീട്, മലയാളത്തിലാണ് നമ്മൾ ഗൃഹം, അങ്ങനെയൊക്കെ പറയില്ലേ? പിന്നെ പിതാവ്, ഉപ്പ, ജനാന മലയാളത്തിൽ എനിക്ക് കൂടുതലറിയില്ല. അപ്പോൾ ഉമ്മ നീന്റെ മുത്തറാദിഫ് പര്യായ പദം എന്ന് പറയും മലയാളത്തിൽ. വാലിദത്ത്, മക്കളെ പറയേ വാലിദത്ത്. മുത്തറാദിഫ് ഉമ്മ, വാലിദത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, വലദത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, വാലിദ് പറഞ്ഞാൽ ഫാദർ, വാലിദത്ത് എന്ന് പറഞ്ഞാൽ മദർ. ഓക്കെ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. മുത്തറാദിഫ് അബുൻ. അബുൻ എന്നതിന്റെ മുത്തറാദിഫ്. മുത്തറാദിഫ് എന്നതിന് പറയട്ടെ, എന്താ പറയാ? മുത്തറാദിഫ്. സിനോണിംസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വാലിദ് എന്താണ്? പിതാവിന്റെ മുത്തറാദിഫ് വാലിദ് കേട്ടോ. ഉക്തുബ് അഷ്ഹറുൽ ഹുറും. പവിത്രമായ മാസങ്ങൾ നീ എഴുതുക, അഥവാ
യുദ്ധമൊക്കെ അന്ന് ഹറാമായിരുന്ന ജാഹിലിയ കാലത്ത് തന്നെ പവിത്രമായ മാസങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ്, ഈ 4 മാസങ്ങളായിരുന്നു അന്ന് അഷ്ഹുറുൽ ഹുറും എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. ഏതൊക്കെ മക്കൾ പറയും? മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ് കേട്ടോ. ഉക്തുബ്, ഉക്നുബ് നയിക്കണം അല്ലേ, ഒരു ഡോട്ട് പോയതാണ് കേട്ടോ, സാറ് ടൈപ്പ് ചെയ്തപ്പോൾ പോയത്. ഉക്തുബ് ഷഹർ ബഅദൽ മുഹറം, മുഹറമിന് ശേഷമുള്ള മാസം ഏതാ? അത് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ. സഫർ, മുമ്പുള്ള മാസം ചോദിച്ചാലേ കിട്ടാതിരിക്കുക അല്ലേ. മുഹറത്തിന് മുമ്പുള്ള മാസം ഏതാ? ദുൽഹിജ്ജ അല്ലേ. അപ്പം നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൊല്ലിയിട്ട് ശീലിക്കണം, കാരണം കുറഞ്ഞ സമയം നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. ആസിമത്തു കൈരല, കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാ? തിർഫാന്തരം എന്നാണ് ഇത് കേട്ടോ. അറബിയിൽ എഴുതുമ്പോൾ തിർഫാന്തരം കേട്ടോ, തിരുവനന്തപുരം. കണ്ടിട്ടില്ലേ? പോയിട്ടില്ലേ നിങ്ങൾ? ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച അതേ ഒരു പാറ്റേണിലെ ചോദ്യമാണ്. ഉക്തുബ് ഇസ്മ മർകബിൻ ബിഹാദിഹിൽ ഹുറൂഫ്. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ് കേട്ടോ. ഹത ഉണ്ട്, അലിഫുണ്ട്, ഫ ഉണ്ട്, ലാമുണ്ട്, ഹ ഉണ്ട്. ഏതാ? ഹാഫില. പറയും ഹാഫില. ഹാഫില എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ് കേട്ടോ. സൂറത്തും ബിദൂനിൽ ബസ്മല, ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ് ചോദിക്കുന്നത്. സൂറ വിത്തൗട്ട് ബിസ്മി, ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഹംദല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. സൂറത്ത് തൗബ, ഇതാണ് സൂറത്ത് തൗബ. നിങ്ങൾ ബറാഅത്ത് എന്ന് എഴുതിയാലൊക്കെ ചിലപ്പോൾ മാർക്ക് കിട്ടും കേട്ടോ. ബറാഅത്ത് എന്നാണല്ലേ തുടങ്ങുന്നത്. ഓക്കെ. ആഖിറ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഏതാ? ആഖിറ സൂറത്ത്. അപ്പൊ ആഖിർ അർത്ഥം കിട്ടിയില്ലേ? അവസാനത്തെ, ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുന്നാസ്. അപ്പൊ അവ്വൽ സൂറത്തു ഫിൽ ഖുർആൻ ഏതാ? സൂറത്തുൽ ഫാത്തിഹ കേട്ടോ. അത്വൽ സൂറത്തു ഫിൽ ഖുർആൻ ഏതാ? ഖുർആനിലെ ഏറ്റവും ദീർഘമായ സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറ. അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഉക്തുബ് സഹീ, ഇതേപോലെ ചോദ്യം ഉണ്ടാവും. ഇപ്പൊ റമദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്ക്, റമദാൻ. ചിലപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ എഴുതുമ്പോൾ റമദാൻ എന്ന് എഴുതാം, പക്ഷെ തെറ്റാണ്. റമദാൻ എന്നാണ് കൊടുത്തത്, തെറ്റാണ്. റമദാൻ. അടുത്ത റംസാൻ. ചിലർ ഉഷാറാക്കിയിട്ടൊക്കെ പറയും റംസാൻ എന്നൊക്കെ പറയും അല്ലേ, തെറ്റാണ്. അപ്പൊ ഇത് ഏതാ ശരി? അല്ലാതിട്ട് എഴുതിയതാണ് ശരി കേട്ടോ. റമദാൻ പറയും മക്കളെ, റമദാൻ. ഉക്തുബ് ഷാദ്. ഇനി ഓഡ് വൺ സെലക്ട് ചെയ്യാനാ പറയുന്നത്. ഓഡ് വൺ കേട്ടോ. ഫാത്തിമ, ആയിഷ, ഹഫ്സ, ഖദീജ. പറയും ഫാത്തിമ, ആയിഷ, ഹഫ്സ, ഖദീജ. ഈ 4 പേരും തമ്മിൽ 3 പേര് ഒരു കാറ്റഗറി പെട്ടാണ്, ഒരാളിൽ നിന്ന് ഒഴിവാണ്. ഏതാണ്? ഫാത്തിമ ബീവി അല്ലേ. മറ്റ് ഫാത്തിമ നബിയുടെ സണ്ണാണ്, പുത്രിയാണ്. മറ്റുള്ളവരൊക്കെ എന്താണ്? ഡോട്ടറാണ് അല്ലേ, പുത്രിയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആരാണ്? നബിയുടെ ഭാര്യമാരാണ് അല്ലേ. ഐഷത്തും വാ ഹഫ്സത്തും വാ സൗദ, സഫിയ്യത്തും മൈമൂനത്തും വാ റംല, ഹിന്ദും വ സൈനബുൻ കഹാ ജുവൈരിയ, ഫിൽ ആലമീന ഉമ്മഹാത്തും മർളിയ. ഇതൊക്കെ നബിയുടെ ഭാര്യമാരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവിയാണ് കേട്ടോ. അഴകുള്ള ഫാത്തിമ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ 2ാം ഭാഗം, അഥവാ 1 മുതൽ 25 വരെ ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻ ഇൻഷാ അല്ലാഹ് 100 വരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താവുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.